അബൂജഹലിന് ഇനിയൊരു ബഹുമാനം എന്താ പറയാൻ ബാക്കിയില്ല? നിങ്ങളൊന്ന് പറയും. ഇനി അള്ളാഹ്ക്ക് ആരാധിച്ചു എന്നല്ലേ മൗലവി പറഞ്ഞത്? അള്ളാഹ്ക്ക് നോമ്പറ്റ്, അള്ളാഹ്ക്ക് തവാഫ് ചെയ്ത്, അള്ളാഹ്ക്ക് വേണ്ടി ഒക്കെ ചെയ്തു എന്നല്ലേ മൗലവി പറഞ്ഞത്? എന്റെ പ്രസംഗം നടന്നപ്പോ ശരിക്ക് മനസ്സിലാക്കണം. ഇപ്പം വന്നിട്ട് മൗലവി പറയുന്നേ മുശ്രിക്കീങ്ങൾ അള്ളാഹനെ ആരാധിച്ചിട്ടില്ല. ഇത് മുഴുവൻ പറഞ്ഞ മൗലവി ഇപ്പൊ മാറ്റി പറയുന്നു. പേരോടിന്റെ ഗണ്ണനം കൊണ്ട് ഫലമുണ്ടോ മൗലവി? അതാ ഇപ്പൊ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് കേൾപ്പിച്ചോട്ടാ. മുശ്രിക്കുകളും പണ്ട് തന്നെ പറഞ്ഞത്, മുശ്രിക്കുകളും പറഞ്ഞു എന്ത്? ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അർഹതയില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്നാണ് വിഗ്രഹാരാധകന്മാർ പറഞ്ഞത്. എന്താ അവരതിന് കാരണം പറഞ്ഞത്? ഞങ്ങൾ വളരെ സ്ഥാനമൊക്കെ കുറഞ്ഞവരാണ്, ഞങ്ങൾ സ്ഥാനവും പദവിയൊക്കെ കുറഞ്ഞവരായതുകൊണ്ട് ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി ആരാധിക്കുക. അന്ന ഉബ്ബാദൽ അസ്നാമി കാനൂ യഖൂലൂന ബി അന്നല്ലാഹ തആല അളീമശ്ശഅനി. അല്ലാഹ് വലിയ മഹാനാണ്, വലിയ മഹാനാണ് അല്ലാഹു, അല്ലാഹു വലിയ മഹാനാണ് എന്നാണ് ആര് പറയുന്നത്? വിഗ്രഹാരാധകന്മാര്. പോക്കാണ് എന്നല്ല. അളീമശ്ശഅനി ഖലഖൽ മലായികത വജഅലഹും മുഖറബീന. അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹിനോട് വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് ആ മലക്കുകൾ അല്ലാഹ്ക്ക് ആരാധിച്ചോളും. നമ്മൾ എന്ത് ചെയ്യാണ്? വനഹ്നു ലിനുസൂലി ദറജതിനാ. ശരിക്ക് ശ്രദ്ധിച്ചോ. വനഹ്നു, നമ്മൾ, ലിനുസൂലി ദറജതിനാ, നമ്മുടെ പദവി അവരുടെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല, നമ്മൾ താഴേക്കടയിലുള്ളവരാണ്. അതുകൊണ്ട് ലാ നസ്ലുഹു ലിഇബാദത്തില്ല, അള്ളാഹനെ നേരിട്ട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് ഫനഅബ്ദുൽ മലായികത, മലക്കുകളെ നമുക്ക് ആരാധിക്കാം. വഹും യഅബ്ദൂനല്ലാഹ്, അവരല്ലാഹനെ ആരാധിക്കുന്നവരുമാണല്ലോ. ഇപ്പൊ കണ്ടോ? ഇപ്പൊ എന്താ പറഞ്ഞേ? നമ്മക്ക് അള്ളാഹനെ ആരാധിക്കാൻ പറ്റൂല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും പറ്റൂല, അവിടെ നമ്മക്ക് മലക്കുകൾ ആരാധിക്കാന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു. നേരത്തെ പറഞ്ഞതോ മുശ്രിക്കുകൾ ആരാധിച്ചത് അള്ളാഹുവിനെയാണ്. ഇതിൽ ഏതാ മൗലവി ശരി? ആദ്യം പറഞ്ഞതോ ശരി, രണ്ടാമത് പറഞ്ഞതോ ശരി? മൗലവി ഒന്നും കൂടി പറയട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളെ പ്രസംഗത്തിൽ തന്നെ, കടലിൽ കുടുങ്ങിയാൽ അള്ളാഹിനോടാണ് അവർ പ്രാർത്ഥിക്കാന്ന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത് എന്നല്ലേ? ഏതാ മൗലവി ശരി? ഏതാ മൗലവി ശരി? പറഞ്ഞത് ഒരിക്കലൊന്ന് പറയുന്നു, കുറച്ച് മുമ്പ് ഓരോന്ന് പറയുന്നു. അല്ലാഹ് അബൂജഹലിന്റെ ബഹുമാനവും പറയുന്നു, അബൂജഹലിന്റെ ബഹുമാനവും പറയുന്നു. എന്താണ് മൗലവി? നിങ്ങളൊന്ന് ശരിക്കും ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹനെ ആരാധിച്ചു? നിങ്ങൾ എന്നല്ലേ ഇപ്പം പറഞ്ഞേ മുശ്രിക്കുകൾ അള്ളാഹനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ മലക്കുകളെ ആരാധിക്കൂ എന്ന് പറഞ്ഞു? നിങ്ങൾ എന്നല്ലേ ഇപ്പൊ ഇത് രണ്ടും പറഞ്ഞത്? അതിന് മൗലവിക്ക് ഒരു മറുപടി ഉണ്ട്, അന്ന് വെച്ചു കൊടുത്തവനെ. മആദല്ലാ, ഒരാൾ കളവ് പറയാൻ മെനക്കെട്ടാ പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത്? മആദല്ലാ, ഒരാൾ കളവ് പറയാൻ മെനക്കെട്ടാ പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത്? കാരണം അനുഭവമുള്ള ആളല്ലേ പറയാ. ഇനി സഹോദരന്മാരെ, ഇയാള് വേറൊന്ന് പറയുന്നുണ്ട്. എന്താന്നൊരു പറയുന്നത്? അയാൾ പറയുന്നേ പേരോടെ പോയത്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയണോ. അയാള് പോയത്തം പറയുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണോ. അതുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, അതൊന്ന് വെച്ചു കൊടുത്താ. പോയത്തങ്ങൾ വിഡ്ഢിത്തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ വൈരുദ്ധ്യങ്ങൾ വന്നു പോകുന്നത് മനസ്സിലാക്കുന്നില്ല പേരോട്. പോയത്തങ്ങൾ വിഡ്ഢിത്തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ വൈരുദ്ധ്യങ്ങൾ വന്നു പോകുന്നത് മനസ്സിലാക്കുന്നില്ല പേരോട്. മൗലവി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നില്ല.